ഇന്ത്യൻ സേന ഒരിക്കൽ കൂടി അതിൻ്റെ കരുത്ത് തെളിയിച്ചിരിക്കുകയാണ്. 9 പരിശീലന കേന്ദ്രങ്ങളാണ് തകർത്തത്. കൂടാതെ ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവൻ മസൂദ് അസറിൻ്റെ കുടുംബം താമസിക്കുന്ന വീട്, ആ കെട്ടിടവും തകർത്തു. 10ഓളം കുടുംബാംഗങ്ങൾ അവിടെ കൊല്ലപ്പെട്ടു. 4 സഹായികളും കൊല്ലപ്പെട്ടു. ഇക്കാര്യത്തിൽ സർക്കാരിനെ പിന്തുണച്ച്, സൈന്യത്തെ പിന്തുണച്ച് രാജ്യത്തിനൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് രംഗത്ത് വന്നു കഴിഞ്ഞു. മുമ്പും നമ്മളിത് കണ്ടതാണ്. ഉറിയിലും ബലാക്കോട്ടിലുമൊക്കെ കോൺഗ്രസ് തുടക്കത്തിൽ വലിയ പിന്തുണ കേന്ദ്ര സർക്കാരിനും സൈന്യത്തിനും കൊടുത്തിരുന്നു. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ തെളിവ് ചോദിക്കാൻ തുടങ്ങി. ഇക്കുറിയും അങ്ങനെ സംഭവിക്കുമോ സർ? ഈ അറ്റാക്ക് ചെയ്തതെല്ലാം ഭീകര കേന്ദ്രങ്ങളാണ്. ജനവാസ മേഖലകളൊന്നും തകർത്തില്ലല്ലോ. അവിടേക്ക് നോക്കിയില്ല. അതെ. ആശുപത്രി തകർത്തോ? ഇല്ല. സ്കൂൾ കെട്ടിടം തകർത്തോ? അങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്കൊന്നും പോയില്ലല്ലോ. ഭീകരവാദികളെ തീർക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെച്ചത്. അതെ, അതാണ് നടത്തിയത്. അതെ. 15 ദിവസം കാത്തിരുന്നു അവിടെ ഇത് നടന്നിട്ട്. അതെ, ഭീകരാക്രമണം നടന്നിട്ട് 16 മിനിറ്റിൽ 15 ദിവസത്തിന് മുമ്പുണ്ടായത് സംഭവത്തിന് പ്രതികാരം 16 മിനിറ്റിൽ തീർത്തു കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ സേനയെ സല്യൂട്ട് ചെയ്യാനും അഭിനന്ദിക്കാനും ഒക്കെയായിട്ട് രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. നല്ലത് തന്നെയാണ്. പൊതുശത്രു വരുമ്പോൾ രാജ്യത്തിനകത്ത് കലഹം പാടില്ല, ഒന്നിച്ച് നിന്നുകൊണ്ട് നേരിടണം. അതെ, അങ്ങനെയാണ് പൊതുശത്രുവിനെ അറ്റാക്ക് ഒന്നിക്കണമെന്ന്. അതെ. പക്ഷേ ഇവരൊക്കെ ഈ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഓന്തിൻ്റെ നിറമാണ്, ഓന്തിൻ്റെ സ്വഭാവവുമാണ്. ഇപ്പം കുറച്ച് കഴിയുമ്പോൾ മാറും. അതെ. പിന്നീട് രാഷ്ട്രീയ ലാഭം നോക്കും. അതെ. ഉടനെ പപ്പുമോൻ വിദേശത്തേക്ക് പോകും. അവിടെ പോയി പറയും ഇന്ത്യ ഇങ്ങനെയാണ് അങ്ങനെയാണ്. തെളിവൊന്നുമില്ല. ഇപ്പോൾ AK ആൻ്റണി പിന്നെ ബിഗ് സല്യൂട്ട് കൊടുത്തിട്ടുണ്ട്. AK ആൻ്റണി കേന്ദ്ര ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന ആളല്ലേ? അതെ. AK ആൻ്റണിയെ പോലുള്ള ഒരാളായിരുന്നെങ്കിൽ പാകിസ്ഥാന് പാടിച്ചു കയറിയേനെ. അന്നത്തെ ആയുധങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അതെ. അദ്ദേഹത്തിനോ 2 സൈനികരുടെ തലയറുത്ത് കൊണ്ടുപോയത് ആ കാലത്തൊക്കെയാണ്. അദ്ദേഹത്തിനോ ഒരു ചൊടിയില്ല. അദ്ദേഹം കൈകാര്യം ചെയ്ത വകുപ്പും അന്നത്തെ പോലെ ഒരു തരം തണുപ്പം മട്ടിൽ പൊക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഇന്നിപ്പം എന്താണ്, ലോകം മുഴുവൻ നരേന്ദ്രമോദിയിലേക്കാണ് നോക്കുന്നത്. മോദി യൂറോപ്പ് സന്ദർശനം മാറ്റിവെച്ചിരിക്കുകയാണ്. മറ്റൊരു സന്ദർശന സമയത്താണ് സൗദിയിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇതുണ്ടായത്. യാത്ര വെട്ടിച്ചുരുക്കി ഇങ്ങ് 2 ദിവസത്തെ സന്ദർശനം 1 ദിവസമാക്കി ചുരുക്കിയിട്ട് നേരെ മടങ്ങി വരികയായിരുന്നു. അപ്പോൾ എല്ലാവരും തലസ്ഥാനത്ത് തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് കാര്യങ്ങളെല്ലാം നിരീക്ഷിച്ചുകൊണ്ട്. മോദി ഇതിനകത്ത് മുഴുവനായിട്ട് ഇന്ത്യൻ സേനയുടെ ഓരോ നീക്കത്തിലും മുഴുവനായിട്ട് ഇൻവോൾവ് ചെയ്തിരിക്കുകയാണ്. കാര്യങ്ങൾ മുഴുവൻ അദ്ദേഹം വീക്ഷിക്കുകയാണ്, വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളെ വാർത്താസമ്മേളനം നടത്തി അല്ലേ? അതുപോലെ തന്നെ വിദേശകാര്യ സെക്രട്ടറി കാര്യങ്ങൾ വിശദമാക്കി. സൈനിക ഉദ്യോഗസ്ഥ, വനിതാ അതാ അവർ കാര്യങ്ങൾ അവർക്ക് കാര്യങ്ങൾ വിശദമാക്കി തന്നു. എന്താണ് നടന്നതെന്നുള്ളത് രാജ്യത്തെ ധരിപ്പിക്കണമല്ലോ. അതെ. പ്രധാനമന്ത്രി ഇപ്പോൾ പ്രസിഡന്റിനെ അല്പസമയത്തിനകം കാണുമെന്നുള്ളതാണ്. കാരണം പ്രസിഡന്റിനെ ധരിപ്പിക്കണം എന്താണ് നടന്നത്. സംയുക്ത പ്രധാനമന്ത്രിയുടെ ചുമതല മേധാവിയാണ്. അതെ, അതെ. അവർ രാഷ്ട്രപതിയെ വിവരം ധരിപ്പിക്കുകയും വേണമെന്നുള്ളതാണ്. ഔദ്യോഗികമായി അത് വിവരം ധരിപ്പിക്കണം. പക്ഷേ ഇനിയിപ്പോൾ പലർക്കും പല സംശയമുണ്ട് പ്രശാന്ത്. പാകിസ്ഥാനിൽ നിന്നൊരു തിരിച്ചടിയുണ്ട്. ഇപ്പോൾ പാകിസ്ഥാൻ്റെ ആരെയും നമ്മൾ അറ്റാക്ക് ചെയ്തിട്ടില്ല. പാകിസ്ഥാൻ സേനയിലേക്ക് നമ്മൾ പോയിട്ടില്ല. അവിടുത്തെ പൗരന്മാരെ തൊട്ടിട്ടില്ല. കാരണം എവിടെ ആയാലും മനുഷ്യജീവന് വില കൽപ്പിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു നീക്കം നടത്താത്തത്. ഒരു യുദ്ധത്തിലേക്കൊന്നും വലിച്ചിഴയ്ക്കാൻ താല്പര്യമില്ല. പക്ഷേ ഈ ഭീകരരെ അമർച്ച ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം വയ്ക്കുന്നത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു 2-1 ഇത്തവണ അറിഞ്ഞിരിക്കും. ലോകത്ത് ഈ ഭീകരന്മാരെ വളർത്തുകയും ഭീകര താവളങ്ങൾക്ക് ഇടം കൊടുക്കുകയും സൗകര്യം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് പാകിസ്ഥാൻ തന്നെയാണ്. അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം
ഈ സംഭവത്തിലൂടെ ലോകം മുഴുവൻ ചേർന്ന് എടുക്കുമെന്നുള്ളതാണ്. UN സമിതി തന്നെ ഇക്കാര്യത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലാണല്ലോ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ പാക് ഇനി തിരിച്ചടിക്കുമോ എന്നുള്ള ചോദ്യം പലരും ഉന്നയിക്കുന്നുണ്ട്. കാരണം ഭീകരവാദികളെ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നു, ഭീകരാക്രമണം നടത്തിയവരെ വധിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് അവരുടെ ദേഹത്ത് തന്നെയാണ് കൊള്ളുന്നത്. കാരണം അവരുടെ ചോറും ചൊല്ലും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഇവന്മാരെല്ലാം വളർന്നത്. അപ്പോൾ പാകിസ്ഥാൻ തിരിച്ചടിക്കുമോ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും നമ്മൾ അതിനൊരു ശ്രമം അവർ നടത്തിയില്ലേ സാർ? JF-17 എന്ന് പറയുന്ന ചൈന കൊടുത്ത വിമാനം ഇന്ത്യൻ അതിർത്തി കടക്കാൻ ശ്രമിക്കുകയും ഇവിടുന്ന് ആകാശ് മിസൈൽ ഉപയോഗിച്ച് അതിനെ തകർക്കുകയും ചെയ്തല്ലോ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതായത് പാകിസ്ഥാൻ ഒരു ശ്രമം നടത്തി നോക്കി, പക്ഷെ അത് വിജയിച്ചില്ല. ശ്രമം ആരംഭിച്ചപ്പോൾ തന്നെ പരാജയപ്പെട്ടു പോയി എന്നുള്ളതല്ലേ സത്യം? ഇപ്പം ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയല്ലേ പാകിസ്ഥാൻ? അതെ. ഈ അവസരത്തിൽ എൻ്റെ ചോദ്യം അതാണ്. ആ അവസരത്തിൽ ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്ന പാകിസ്ഥാന് പിന്തുണയുമായിട്ട് നമ്മുടെ പപ്പുമോൻ പോകുമോ? കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം പോകുമോ എന്നാണ്. കാരണം ഇപ്പൊ ഇറങ്ങത്തില്ല, അല്പസമയം കൂടെ. ഇപ്പൊ ഇറങ്ങിയാൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 4-5 ദിവസം കഴിഞ്ഞ് ഒരയ്ക്ക് തീ പിടിച്ച് നീക്കുമ്പോൾ വാഴ വെട്ടാൻ വന്നു കഴിഞ്ഞാൽ അത് നാട്ടുകാരെടുത്ത് പഞ്ഞിക്കിടും. കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങും. ഇപ്പൊ ഇറങ്ങിയാൽ ജനം കൃത്യമായി മനസ്സിലാക്കും എന്നുള്ളതാണ്. ഇപ്പൊ പാകിസ്ഥാൻ ഈ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. അതെ. ഈ സംഭവം നടന്നു കഴിഞ്ഞ്, പഹൽഗ്രാമിലെ ഈ അറ്റാക്ക് നടന്നു കഴിഞ്ഞ് 13 ലോകരാജ്യങ്ങളും നേതാക്കന്മാരുമായിട്ട് നരേന്ദ്രമോദി സംസാരിക്കുകയുണ്ടായി. ഒരു പിന്തുണ വരെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതെ. പിന്നെ ഈ പാകിസ്ഥാൻ്റെ ഭരണാധികാരികൾക്കും സേനയ്ക്കും കീഴ്മേലൊന്നും നോക്കാനില്ല. അവരൊന്നും അവരുടെ രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയോ സമാധാനമോ വിദ്യാഭ്യാസമോ ആരോഗ്യമോ ഒന്നും നോക്കുന്നവരല്ല. അവർ ഭീകരവാദം നടത്തിക്കൊണ്ടുപോകുന്നവരാണ്. അപ്പോൾ പിന്നെ ഇനിയൊരു യുദ്ധത്തിലേക്ക് പോയാൽ ഈ രാജ്യം ഇല്ലാതാകുമെന്നും കൊടും പട്ടിണിയിലേക്കും വരൾച്ചയിലേക്കും കാര്യങ്ങൾ നീങ്ങുമെന്നുള്ളതിനെക്കുറിച്ചൊന്നും അവർ ബോധർ ചെയ്യുന്നില്ല. അവർക്കിങ്ങനെ ഈ ഭീകരാക്രമണം നടത്തി യുദ്ധം ചെയ്ത് പോകണമെന്നാണ്. പക്ഷേ ഒരു യുദ്ധത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പാകിസ്ഥാൻ വലിയ തീരും. അവരല്ലെങ്കിലോ ഇപ്പോൾ അവിടെ വിലക്കയറ്റവും ജീവിത പ്രതിസന്ധിയൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരുണ്ട്. സമാധാനത്തോടെ ജീവിക്കണമെന്നുണ്ട്. ഇവരുടെ ഈ ചെയ്തികളെയൊക്കെ എതിർക്കുന്നവരും കാണും. നമ്മളതൊന്നും പുറം ലോകം അറിയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അവരൊക്കെ തന്നെ ഇനി ആയിരിക്കും കഷ്ടപ്പെടാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ കുറേ കാലത്തിന് മുമ്പ് തന്നെ അവിടെ പാകിസ്ഥാനിലെ പ്രളയം ഉണ്ടായി, അതുപോലെ തന്നെ മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടായി. രാജ്യം വലിയ വിലക്കയറ്റത്തിലേക്കൊക്കെ പോയി. ഇനി ഇപ്പോഴത്തെ സ്ഥിതിയിലാണെങ്കിലോ ഇപ്പം നമ്മൾ നദീജലം കരാറൊക്കെ മരവിപ്പിച്ചിരിക്കുകയല്ലേ, അതിലൂടെ തന്നെ വെള്ളം കിട്ടുന്നില്ല എന്ന് അവിടുന്ന് വിലാപം ഉയരാൻ തുടങ്ങിയിട്ടും ദിവസങ്ങളായി. അപ്പോൾ ഇനി അതൊക്കെ ഒന്നുകൂടെ രൂക്ഷമായി. കൃഷി അടക്കം എല്ലാ കാര്യങ്ങളും വലിയ പ്രതിസന്ധിയിലാണ് അവിടെ. അതൊക്കെ അവർക്ക് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകുമെന്നുള്ളതാണ്. മാത്രമല്ല, പഴയതുപോലെ ഈ അറബ് രാജ്യങ്ങളിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കുന്നില്ല, അവരുടെ പിന്തുണ ലഭിക്കുന്നില്ല. ഇറാൻ പോലും അറച്ചറച്ച് നിൽക്കുകയാണ്. ആകെ പാകിസ്ഥാനെ സഹായിക്കാൻ വന്നത് തുർക്കിയാണ്. തുർക്കി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഇറാൻ എന്താ സഹായിക്കാത്തത്? ട്രംപ് എടുത്ത് ചെവിക്ക് പിടിച്ച് എറിയുമെന്നുള്ളത് ഉറപ്പാണ്. നേരത്തെ തന്നെ ഇറാൻ തന്നെ വലിയ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് ഹമാസുകാരെ കൊണ്ടും ഹിസ്ബുള്ളയെ കൊണ്ടും. കാരണം അവർക്കെല്ലാം ഫണ്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇറാനാണ്. ഇപ്പോൾ ആ ഫണ്ട് ചെയ്ത് ഇറാൻ ഒരു പരുവമായി. ആ ഇറാൻ ഇനി പാകിസ്ഥാനെ കൂടെ സാമ്പത്തികമായി സഹായിക്കണമെന്ന് പറഞ്ഞാൽ അത് വലിയ വെല്ലുവിളിയാണ്. ഇസ്ലാമിക രാഷ്ട്രങ്ങളെ ഇടയ്ക്ക് ആരായിരുന്നല്ലേ പറഞ്ഞത്, ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ എല്ലാം സഹായം പാകിസ്ഥാൻ തേടുന്നുണ്ട് എന്നുള്ളത്. ഏത് ഇസ്ലാമിക രാഷ്ട്രങ്ങളുമായിട്ട് ഇന്ത്യ നല്ല ബന്ധമാണ് വെച്ച് പുലർത്തുന്നത്. ആ ബന്ധം വെച്ച് പുലർത്തുമ്പോൾ ഇന്ത്യ അവരെ സംബന്ധിച്ച് ഒരു വലിയ സുഹൃത്തും വലിയ വിപണിയും ഒരു വൻ ശക്തിയുമാണ്. അപ്പോൾ അവർ ഒരിക്കലും ഇന്ത്യക്ക് നേരെ ഒരു ശത്രുതാപരമായ മനോഭാവത്തോടു കൂടി ഒരു ബന്ധം ഉണ്ടാക്കാൻ അവർ താല്പര്യപ്പെടില്ല. ഇസ്ലാമിക രാഷ്ട്രമായ സൗദിയിൽ സന്ദർശനം നടത്തുമ്പോഴല്ലേ, മോദി സന്ദർശനം നടത്തുമ്പോഴല്ലേ ഈ സംഭവം ഉണ്ടാകുന്നത്. സൗദി രാജാവ് തന്നെ നേരിട്ട് അത് അപലപിക്കുകയും അതിനെതിരെ വലിയ കടുത്ത 10 വർഷത്തിനിടയിൽ 3ാമത്തെ തവണയാണ് മോദി അവിടെ എത്തുന്നത്. അപ്പോൾ ഇത് ഇവർക്ക് സഹിക്കുന്ന കാര്യമല്ല എന്നുള്ളതാണ്.
മറ്റേത് ഇസ്ലാമിക രാഷ്ട്രങ്ങളൊക്കെ അവരവരുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വവും സാമൂഹിക സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവരുടെ നാടിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കല്ല. എന്തായാലും നമുക്ക് നോക്കാം സാർ, പാകിസ്ഥാനെ പിന്തുണച്ച് പപ്പുമോൻ രംഗത്ത് വരുമോ ദിവസങ്ങൾക്കുള്ളിൽ എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം.